ഹലോ ഗൈസ്, എന്തെല്ലാം സുഖല്ലേ? അപ്പൊ ഇന്നത്തെ ഡേ കണ്ടാലോ. ഇന്നെന്റെ വീട്ടിൽ ലാസ്റ്റ് ഡേ ആണ്, കാരണം ഞാൻ ലീവ് കഴിഞ്ഞ് നാളെ ഡ്യൂട്ടിക്ക് കയറാൻ പോവാണ്. ടൗണിൽ പോകുന്ന വയ്ക്കതാ ഞാൻ എൻ്റെ ഉപ്പാനെ കണ്ടു. ഉപ്പ രാവിലെ തന്നെ പണിക്ക് പോയിട്ട് ഇപ്പോഴാണ് വരുന്നത്. ഞാനിപ്പോ അനുഭവിക്കുന്ന സുഖ സൗകര്യങ്ങൾ, എന്റെ ജോലി, എല്ലാത്തിനും ബേക്കിൽ ഉപ്പാനെ കുറെ കാലത്തെ കുറെ കഷ്ടപ്പെട്ടിട്ടാണല്ലോ ഉപ്പാനെ നന്നായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതിന് ഒരേ ഒരു കാരണം എന്റെ വാപ്പ തന്നെയാണ്. ശരിക്കും എന്റെ വാപ്പ വെറും പാവാണ്. ഇന്ന് ഞാനും അനിയത്തിയും ടൗണിക്ക് പോകുന്നതിന് മെയിൻ കാരണം ഞാൻ നാളെ പോകുന്നതുകൊണ്ട് എനിക്ക് കുറച്ച് സാധനം വാങ്ങാനാണ്. ഇതിലൊന്ന് ഒതുങ്ങിയിട്ട് പോവാ പറഞ്ഞിട്ട് ഞാൻ ഓളം ഇറങ്ങുമ്പോൾ 4:30 ആയിട്ടുണ്ട് സമയം. സ്റ്റോപ്പിൽ എത്തിയതിനു ശേഷം കുറെ നേരം പോസ്റ്റ് ആയിട്ടാണ് ഒരു ബസ് കിട്ടിയത്. ടൗണിലെത്തിയതിനു ശേഷം ഞാൻ ആദ്യം പോയത് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ യൂണിഫോം കൊടുത്തിരിക്കുന്നത്, അത് വാങ്ങാനാണ് ആദ്യം പോയത്. അങ്ങനെ ഞങ്ങൾ സ്റ്റിച്ച് ചെയ്ത യൂണിഫോം വാങ്ങിയിട്ട് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോയി. ഞാൻ എന്റെ ഡ്രസ്സ് വേറെ സ്ഥലത്ത് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിരിക്കുന്നത്, അത് വാങ്ങാൻ വേണ്ടി പോയതാ. അവിടുന്ന് ഞാൻ ഈ സംഭവം കണ്ടു. ഇത് കാണാൻ നല്ല രസമില്ലേ? പ്രത്യേകിച്ച് ഒന്നുമില്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ട കുറച്ചൊരു അന്തം വിട്ട് കുന്നം പോലെ നിൽക്കൽ എന്റെ പതിവാണ്. അങ്ങനെ നടന്നു പോയപ്പോ പെട്ടെന്ന് ഒരു പൂതി ഷവർമ കഴിക്കണം. ഇപ്പൊ തന്നെ ടൈം കുറെ ലേറ്റ് ആയതുകൊണ്ട് കഴിക്കൽ പോസിബിൾ അല്ലാത്ത ഞങ്ങൾ പാർസൽ വാങ്ങി. ഉമ്മാക്ക് ഷവർമ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഉമ്മാക്ക് വേണ്ടി ഒരു ചോക്ലേറ്റും വാങ്ങി. അതും വാങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ വേഗം അവിടെ നിന്ന് അടുത്തതായി പോകേണ്ടത് ചിക്കൻ വാങ്ങാനാണ്. അങ്ങനെ ചിക്കൻ കടയിൽ പോയി കുറച്ച് ചിക്കനും വാങ്ങി. പെട്ടെന്ന് തന്നെ അന്തരീക്ഷം മാറി നല്ല മഴ വരുന്ന പോലെ തോന്നിയപ്പോൾ ഞങ്ങൾ വേഗം ബസ് കയറി. പ്രതീക്ഷ പോലെ തന്നെ ബസ് കയറിയപ്പോഴത്തേക്കും മഴ പെയ്ത് ഇറങ്ങിയപ്പോ ഇതാണ് അവസ്ഥ. പാന്റിൽ ചെളിയാക്കി വീട്ടിൽ പോയ ഉമ്മാന്റെ തടി കിട്ടുന്നതുകൊണ്ട് ഞാൻ പാന്റ് ഇങ്ങനെ മടക്കി. നല്ല മഴയ്ക്ക് പെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ റോഡ് കാണാനൊക്കെ നല്ല രസമാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ സമയം 6:30 ആവുന്നേ ഉള്ളൂ. പക്ഷെ മയക്കാരെല്ലാം മൂടി ഇരിട്ടായ പോലെ ടൗണിൽ പോകുന്ന നേരത്തും ഒരു ലിസ്റ്റ് സാധനം പറഞ്ഞാലും വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് മറന്നിട്ടേ വരുള്ളൂ. അതേപോലെ ഇന്ന് മറന്ന സാധനമാണ് ഇത്. ചിക്കൻ മസാല വാങ്ങിയിട്ട് വരാനാണ് ഉമ്മ പറഞ്ഞത്. പക്ഷെ തൊട്ടടുത്ത കടയിൽ ചിക്കൻ മസാല ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ മീറ്റ് മസാല വാങ്ങിയിട്ടാണ് പോകുന്നത്. മസാല മാറ്റി വാങ്ങിയോണ്ട് എന്തായാലും ഉമ്മാൻ്റെ അടുത്ത് നല്ലോണം കേൾക്കും. അപ്പൊ ശരി ഗൈസ്, ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ബൈ ബൈ.